യഹിന്നുൽ ജിദ്ഉ മിൻ ശൗഖിൻ ഇലൈക ويذرف دمعه حزنا عليك ويجهش بالبكاء وبالنهيب لفقد حديثكم وكذا يديك. ഹബീബിൻ്റെ സ്പർശം നഷ്ടമായപ്പോൾ ഹബീബ് എന്നെ ഇനി തൊടുന്നില്ലല്ലോ, ഹബീബ് എൻ്റെ മേലൊന്ന് ചാരി നിൽക്കുന്നില്ലല്ലോ, ഹബീബിൻ്റെ ഖുതുബ എനിക്കിനി കേൾക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയുകയല്ല, ആ വികാരം പങ്കുവെച്ച് മദീന പള്ളിയുടെ പുറത്തേക്ക് എടുത്തു മാറ്റിയ ജീവനില്ലാത്ത ഈത്തപ്പനയുടെ ഒരു ഉണങ്ങിയ തടിക്കഷ്ണം ജിദ്ഉൻ നഖ്ല. സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസാണിത്, സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണിത്. ജിദ്ഉൻ നഖ്ല, പുണ്യനബി തങ്ങളുടെ പരിശുദ്ധമായ മദീന പള്ളി. ആ വിശുദ്ധമായ പള്ളിയിൽ ഹബീബ് ഖുത്ബയോദാൻ വേണ്ടി മിമ്പർ ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് ചാരി നിന്നിരുന്ന ഈത്തപ്പനയുടെ ഒരു തടിയുണ്ട്. ആ തടി ആവശ്യമില്ലാതെ വരികയും ഹബീബിന് മിമ്പറ പോലെ ഒരു മരത്തിൻ്റെ മിമ്പറ ഹബീബിന് വേണ്ടി അൻസ്വാരിയത്തായ ഒരു ഉമ്മ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ, ശുദ്ധമായ ജുമുഅ നിസ്കാരം നടക്കുമ്പോൾ, ഖുതുബ നടക്കുമ്പോൾ, സമിഅനാ ഹനീനൻ, ഒരു കുഞ്ഞ് കരയുന്ന പോലെ മദീന പള്ളിയുടെ പുറത്തുനിന്ന് തേങ്ങിക്കരയുന്ന കരച്ചിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മുതവാത്തിറായ സംഭവമാണിത്. എന്ന് പറഞ്ഞാൽ തലമുറകൾക്ക് വിശ്വാസയോഗ്യമായ സംഘങ്ങൾക്ക് കൈമാറിയ ഹദീസാണിത്. നിഷേധിക്കാൻ പറ്റാത്ത സംഭവം. ഞങ്ങളൊക്കെ പേടിച്ചു, ആരാണ് ഈ കരയുന്നത്, എന്തിനാണ് ഈ കരച്ചിൽ, ഏതാണ് ഈ കുഞ്ഞ്? നിസ്കാരം കഴിഞ്ഞപ്പോൾ മിമ്പറിൽ നിന്ന് നേരെ ഇറങ്ങി വന്നു പള്ളിയുടെ പുറത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കുമ്പോൾ ഒരു മനുഷ്യനല്ല, അതൊരു കുഞ്ഞല്ല, ഹബീബായ നബി തങ്ങളുടെ സ്പർശം നഷ്ടമായതിൻ്റെ പേരിൽ കരയുകയായിരുന്ന ജിദ്ഉൻ നഖ്ല, ഈത്തപ്പനയുടെ തടിയാണിത്. ആ തടിയുടെ തേങ്ങൽ ഹബീബായ നബി തങ്ങൾ കേട്ടു, സ്വഹാബിമാർ മുഴുവനും കേട്ടു. ജുമുഅക്ക് വന്ന 1000-ലേറെ ആളുകൾ. ഇമാം ബുഖാരി തങ്ങൾ ഹദീസ് ഉദ്ധരിക്കുന്നു, പുണ്യനബി തങ്ങൾ ആ മരത്തടിയെ കൈകൊണ്ടിങ്ങ് തടവുന്നത് ഞങ്ങൾ കണ്ടു, അതിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, സ്വഹാബികളെ, ഈ മരത്തടിയെ നിങ്ങൾ കൊണ്ടുപോയി മറവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇമാം ഷാഫിഈ തങ്ങളുടെ ശിഷ്യനുണ്ട് അംറു ഇബ്നു സവാദ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞിരുന്നു, ലം യുഅത നബിയ്യുൻ മാ ഉഅതിയ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് നൽകപ്പെട്ടതുപോലത്തത് ലോകത്ത് ഒരു നബിക്കും അല്ലാഹു നൽകിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാൻ്റെ ശിഷ്യനായ അംറു ഇബ്നു സവാദ് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, ഇമാം ഷാഫിഈ തങ്ങളെ, എൻ്റെ ഗുരുനാഥനെ, ഈസ നബി മരിച്ചവരെ ജീവിപ്പിച്ചവരല്ലയോ? അല്ലാഹുവിൻ്റെ റസൂൽ മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഇമാം ഷാഫിഈ തങ്ങളോട് ചോദിച്ചപ്പോൾ ഇമാം ഷാഫിഈ തങ്ങൾ അതിന് മറുപടി കൊടുത്തത് ഈ ഈത്തപ്പനയുടെ സംഭവമാണ്. ജീവനുണ്ടായിരുന്ന ഒരു ശരീരത്തിൽ നിന്ന് ജീവൻ റൂഹ് പോയി, ആ പോയ റൂഹിൻ്റെ അനുമതിയോടുകൂടെ കൊണ്ടുവരാൻ മുഅ്ജിസത്തിൻ്റെ കരങ്ങളാൽ ഈസ നബിക്ക് സാധ്യമായിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ ഉണങ്ങിക്കഴിഞ്ഞ ഒരു മരം, തേങ്ങാനോ സംസാരിക്കാനോ കഴിയാത്ത ഒരു മരം, വികാരങ്ങളോ ചിന്തകളോ ഇല്ലാത്തൊരു മരക്കഷ്ണം, ഉണങ്ങിയ മരക്കഷ്ണം, ആ മരക്കഷ്ണം ജീവനുള്ള ഒരു മനുഷ്യൻ കരയുന്ന പോലെ കരയുമാർ ഹബീബിന് വേണ്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മരിച്ച മയ്യത്തിന് ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലുതല്ലയോ ഹബീബായ നബി തങ്ങൾ ചെയ്തത് എന്ന് അംറു ഇബ്നു സവാദ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന ശിഷ്യനോട് ഇമാം മറുപടി കൊടുത്തിട്ടുണ്ട്.